നമസ്കാരം. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്ത് നിന്ന് സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ തിരികെ എത്തി. എന്നാൽ സുനിത വില്യംസ് ഇല്ല. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ രാവിലെ 9:37ഓടെയാണ് പേടകം എത്തിയത്. സമീപകാല മനുഷ്യ ബഹിരാകാശ ദൌത്യങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട ദൌത്യമാണ് അവസാന നിമിഷം വിജയിച്ചത്. 2024 ജൂൺ 5-ന് സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും വഹിച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ചതായിരുന്നു ബോയിംഗിന്റെ സ്റ്റാർലൈനർ പേടകം. വിക്ഷേപണശേഷം പേടകത്തിന്റെ സർവീസ് മൊഡ്യൂളിലെ റിയാക്ഷൻ കൺട്രോൾ ത്രസ്റ്ററിലുണ്ടായ ഹീലിയം ചോർച്ച ദൌത്യത്തെ അനിശ്ചിതത്വത്തിലാക്കി. വളരെ സാഹസികമായാണ് ഇരുവരും ISSലെത്തിയത്. ബഹിരാകാശ യാത്രികരുടെ മടക്കയാത്ര പ്രതിസന്ധിയിലായതോടെ 8 ദിവസത്തെ ദൌത്യം മാസങ്ങൾ നീണ്ടു. സുനിതയും ബുച്ചും ഇതേ പേടകത്തിൽ മടങ്ങിയാൽ ജീവൻ അപകടത്തിലായേക്കുമെന്ന കനത്ത ആശങ്ക ഉണ്ടായതോടെ ആളില്ലാതെയാണ് പേടകം തിരികെ എത്തിയത്. ആലുവയിൽ പോലീസ് ജീപ്പ് ഡിവൈഡറിലിടിച്ച അപകടം. അങ്കമാലി ആലുവ റോഡിലായിരുന്നു സംഭവം. മുനമ്പം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചത്. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വീണ്ടും ന്യൂനമർദ്ദം. നാളെ മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴ. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യത. ഞായറാഴ്ച 6 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ ആലപ്പുഴയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ ചികിത്സയിലിരിക്കെ മരിച്ചു. മലപ്പുറത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. പൊന്നാനി അത്താണിയിൽ വെച്ച് പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയ ഓട്ടോ ഡ്രൈവർ സുജിത്താണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ സുജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ദത്താത്രേയയ്ക്ക് പുറമെ ADGP RSS നേതാവ് രാം മാധവുമായും കൂടിക്കാഴ്ച നടത്തി. കണ്ടത് 2 തവണ. ADGP MR അജിത് കുമാർ RSS നേതാവ് രാം മാധവിനെയും കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തിരുവനന്തപുരം കോവളത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. 2 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അജിത് കുമാർ സജീവമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ വിവാദം ചൂടുപിടിച്ചിരിക്കുകയാണ് പുതിയ വിവരം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയെന്നാണ് പ്രതിപക്ഷ ആരോപണം. എന്നാൽ സ്വകാര്യ സന്ദർശനമായിരുന്നു നടന്നതെന്നും ഒപ്പം പഠിച്ചയാളുടെ ക്ഷണപ്രകാരമാണ് പോയതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണത്തിൽ MR അജിത് കുമാർ പറഞ്ഞു.